പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരാണ് പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ കുടിക്കുന്നില്ല, പ്ലാസ്റ്റിക് കഴിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്? നമ്മൾ ശ്രദ്ധിക്കാത്ത പല രീതിയിലാണ് പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു 3 കാര്യം നിങ്ങളോട് വിവരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ്, സാധാരണ നമ്മൾ ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് കത്തി പോയതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഇങ്ങനെ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറ്റുകയും ഇത് നമ്മൾ ആഹാരം തട്ടി വേറെ പാത്രത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് അതും കൂടെ ആ പ്ലാസ്റ്റിക് കൂടെ അതിൻ്റെ അകത്ത് വീഴാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് കപ്പുകളിൽ ചൂട് ചായ ഒഴിച്ച് നമ്മൾ സ്ഥിരമായി കുടിക്കുന്നതാണ്. ഒരു കാരണവശാലും സ്ഥിരമായിട്ട് അത് കുടിക്കാതിരിക്കുക. കാരണം ആ പ്ലാസ്റ്റിക് ചെറുതായിട്ടെങ്കിലും ഉരുകി നമ്മുടെ ചായയിലോട്ട് വരാനും അത് കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കുടിക്കുന്ന കുഴപ്പമില്ല, എന്നും അത് കുടിക്കുന്നത് നല്ലതല്ല. മൂന്നാമതായിട്ട് മിക്ക ഹോട്ടലുകളിലും നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് തരുന്ന കണ്ടെയ്നറുകളെല്ലാം പ്ലാസ്റ്റിക്കാണ്. അവർ വളരെ ചൂടായിട്ടുള്ള ആഹാരം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അമിതമായിട്ടുള്ള ആഹാരം വെക്കാനായിട്ട് പാടില്ല. ആ മൈക്രോ പ്ലാസ്റ്റിക് ആഹാരത്തിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ക്യാൻസറുകളും എൻഡോക്രൈൻ പ്രോബ്ലം, വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് അമിതമായിട്ടുള്ള പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക, മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.